السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, നിങ്ങളെ വിലപ്പെട്ട ഒരു 5-6 മിനിറ്റ് ഇൻഷാ അല്ലാഹ് വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് എൻ്റെ ഈ ക്ലിപ്പ്. നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ദീന്ന് പുറത്തു പോയിട്ടുള്ള ശേഖന്യൂരികളും കാദിയാനികളും ഒഴിവാക്കി ബാക്കി എല്ലാ മുസ്ലിമീങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ കീഴിൽ നിലകൊള്ളുന്ന ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് പറയുന്ന നമ്മുടെ സമസ്ത APEK. അതുപോലെ പിഴച്ച ത്വരീഖത്ത് ആശയമുള്ള സമസ്ത പുറത്താക്കിയ 10-15ഓളം മറ്റ് സുന്നികൾ അവകാശപ്പെടുന്ന സൂഫി സന്നികൾ, അതുപോലെ നമ്മൾ അഹ്ലുൽ ബിദ്അ എന്ന് വിളിച്ച് ആരോപിക്കപ്പെടുന്ന മറ്റ് പുത്തൻ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ വാദിക്ക് നിങ്ങൾ അഹ്ലുസുന്നമാണ്, ഇവരൊക്കെ വാദിക്ക് ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൻ സ്വല്ലാ സ്വലാത്തന വഅകല ദബീഹതന വസ്തഖബല ഖിബ്ലതന ഫഹുവ മുസ്ലിം. ഈ ഹദീസിന് കൊടുത്ത വ്യാഖ്യാനം പഠിച്ചു നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. നമ്മൾ ആരെയും സ്പൈ ചെയ്യാൻ പോകണ്ട. സമൂഹത്തിലെ ഏറ്റവും വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. എന്ത്? വല്ലദീന കഫറു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. സൂറത്തുൽ അൻഫാൽ 73-ാമത്തെ ആയത്ത്. സത്യനിഷേധികൾ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള പൊലപാട്ട്, വ്യത്യസ്ത ആശയങ്ങളുള്ള, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന വ്യത്യസ്ത മതവക്താക്കളായ സത്യനിഷേധികൾ അവർ പരസ്പരം സഹായികളാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലമുണ്ടാകുമ്പോൾ സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടെന്തായിരിക്കണം? ഇല്ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, സത്യവിശ്വാസികൾ പരസ്പരം യതനാസറൂൻ, പരസ്പരം സഹായികളായി മാറുന്നില്ലെങ്കിൽ, ഒരു കെട്ടിടം പോലെ ആ കെട്ടിടത്തെ ഉറപ്പിക്കുന്ന കല്ലുകളെ പോലെ സത്യവിശ്വാസികൾ പരസ്പരം സഹായികളായി മാറുന്നില്ലെങ്കിൽ, സത്യനിഷേധികൾ ചെയ്യുന്നത് പോലെ സത്യവിശ്വാസികൾ പരസ്പരം സഹായികളായി മാറുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും. ഫിത്ന തകും ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ കബീർ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഫിത്നയുണ്ടാകും, ഫസാദ് ഉണ്ടാകും. നമ്മളൊക്കെ ഇത് അനുഭവിക്കുകയാണല്ലോ. അപ്പോൾ ദീനി മസ്ലഹത്ത്, ദുനിയവി മസ്ലഹത്തിന് വേണ്ടി പ്രഗത്ഭരായ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി മുസ്ലിം സമൂഹം ഒന്നിക്കണം. ഒന്നിക്കുന്നില്ലെങ്കിലോ അത്തിയഉ അല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബു റീഹുകും. സൂറത്തുൽ അൻഫാൽ 46-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. അത്തിയഉ അല്ലാഹ വറസൂലഹു വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. ഭിന്നിച്ചു കഴിഞ്ഞാൽ ഹൃദയങ്ങൾ ഭിന്നിക്കും. ഫതഫ്ശലു, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. വതദ്ഹബു റീഹുകും, നിങ്ങളുടെ ശക്തിക്ഷയമുണ്ടാകും. അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്ത വിജയമുണ്ടാവില്ല. ഇതൊക്കെ എപ്പോൾ ഇറങ്ങുന്ന ആയത്താണ്? ബദ്ർ യുദ്ധ പശ്ചാത്തലത്തിൽ. അവിടെ സത്യവിശ്വാസം ഒറ്റക്കെട്ടായി ബദരീങ്ങൾ 313, അവിടെ വേറെ ഗ്രൂപ്പില്ല. ഈ ബദരീങ്ങളുടെ ഈ സന്ദേശം നമ്മൾക്ക് എപ്പോഴും പാഠമാണ്. ഖുർആൻ്റെ കൽപ്പനയാണ് സത്യവിശ്വാസം പരസ്പരം ഒന്നിച്ചു നിൽക്കണം. ഖുർആൻ്റെ മുഹ്കം കമാൻഡാണത്. ഫഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം. അൽ ഹബൽ അൽ മംദൂദ് മിനസ് സമാ അൽ ഖുർആൻ വസ്സുന്ന വൽ ജമാഅ. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളാണ്. ഖുർആൻ സുന്നത്തും ഇസ്ലാമിൻ്റെ ഐക്യബോധമുള്ള സമൂഹം
ഐക്യപ്പെട്ട് നിലകൊള്ളണം. ഖുർആൻ്റെ കൽപ്പനയാണ്. ഈ ഖുർആൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ എത്ര കണ്ട് നമ്മുടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ ശക്തികമായ നമ്മുടെ പ്രതിരോധം കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? സത്യനിഷേധികൾ പരസ്പരം സഹായികളാണ്. അപ്പം നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ട് വല്ലദീന മഅഹു അഷിദ്ദ, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറഞ്ഞതാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സത്യവിശ്വാസികൾ അഷിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് സത്യനിഷേധികളോട് ഒരു കടുപ്പമുള്ളവരാണ്. റുഹമാഉ ബൈനഹും, സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം കരുണയുള്ളവരുമാണ്. ഇങ്ങനെ സത്യവിശ്വാസികൾ പരസ്പരം കരുണയുള്ളവരും സ്നേഹിക്കുന്നവരുമായി മാറുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ വൈവിധ്യത അതൊക്കെ മറന്നുകൊണ്ട് കഴിവിൻ്റെ പരമാവധി യോജിക്കാൻ നമ്മൾ ശ്രമിക്കുക. യോജിപ്പ് ഒരു 10% ഉണ്ടാകും. ചിലപ്പോൾ ഫിഖ്ഹി വിഷയങ്ങളിൽ, ചിലപ്പോൾ ചില ആശയങ്ങൾ, ചിലപ്പോൾ ആദർശപരമായ ഏതെങ്കിലും ചില ബ്രാഞ്ചസുകളിൽ അതൊക്കെ അതിനെ വലിച്ച് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് എക്സാജറേറ്റ് അതിനെ ഊതി വെളുപ്പിച്ചുകൊണ്ട് പരസ്പരം മുസ്ലിം സമൂഹത്തെ ഭിന്നിച്ച് സലാം പറയാൻ പാടില്ല, കണ്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് വ്രണങ്ങളുണ്ടാക്കുന്ന ഒരു ആശയത്തെ നമ്മൾ തള്ളിപ്പറയണം. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ അണികളുടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഗുണകാംക്ഷികളായ ദീൻ്റെ ഗുണകാംക്ഷികളായ മുഖ്ലിസുകളായ പ്രവർത്തകരെ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ നല്ല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.